Hello viewers, നമസ്കാരം. WinTrader മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ ചുരുക്ക സമയം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന നിഫ്റ്റിയുടെ ചാർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി രണ്ട് സിഗ്നൽ തന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ട് മുമ്പേ നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു ട്രെൻഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു സിഗ്നൽ അത് സോഫ്റ്റ് എന്തായാലും സിഗ്നൽ നമുക്ക് തരും. ആ ട്രെൻഡിനനുസരിച്ച് സിഗ്നൽ തരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ എക്സിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കാൻ പോകണം ഇപ്പോൾ നിഫ്റ്റിയുടെ തന്നെ ലൈവ് മാർക്കറ്റാണ്. നിങ്ങൾക്ക് നോക്കിയാൻ പറ്റും ഇവിടെ ഇത് വരുന്ന ഈ മേഖലയിൽ 17,621 അതാണ് മാർക്കറ്റ് റേറ്റ്. അപ്പോൾ നമ്മൾ ഏതെടുത്തിട്ടാലും മാർക്കറ്റ് വാല്യൂ അതിവിടെ ഡിസ്പ്ലേ ആകും. അപ്പോൾ ഇത് വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ ലൈൻ, അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് റെഡ് ഡൗൺ ആരോ എന്നിട്ടുണ്ട്. റെഡ് ഡൗൺ ആരോ അത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ താഴത്ത് ഇപ്പം നോക്കി അറിയാൻ പറ്റും ബൈ സിഗ്നൽ, അതായത് കോൾ ഓപ്ഷനിലോട്ട് പോകാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ബൈ സിഗ്നൽ രാവിലത്തെ ഒരു പുട്ട് ഓപ്ഷനകത്ത് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ഒരു നമ്മൾ വെയിറ്റ് ചെയ്യാതെ നിൽക്കുന്നതല്ല, നമുക്ക് ഒറ്റ ട്രേഡ് ചെയ്യുന്ന ആ മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാതിരിക്കുക. ഇപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ സിഗ്നൽ ബേസ് ചെയ്താണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും ഗ്രീൻ അപ്പാൻ, അതായത് ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഇൻഡിക്കേഷൻ ആണ് നിഫ്റ്റിയിൽ നമുക്ക് സിഗ്നൽ സോഫ്റ്റ് തരുന്നത്. അപ്പോൾ ഈ സിഗ്നലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഈ സിഗ്നലെല്ലാം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ സിഗ്നൽ വരുന്ന കഴിയുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ സിഗ്നൽ വരുന്ന അതേ ടൈമിൽ തന്നെ ഇതുപോലെ അലേർട്ട് മെസ്സേജ് കാണിച്ചു തരും. അതൊരു സൗണ്ട് എഫക്റ്റോട് വരികയും ചെയ്യും. മുകളിൽ ആ ഡീറ്റെയിൽസ് ഏറ്റവും മുകളിൽ എഴുതി വരും. അതായത് ഈ ബൈ സിഗ്നൽ വന്നിരിക്കുന്നത് 17,594 1:35 വന്നിരിക്കുന്നത് ഡേറ്റും ഉണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ P&L കാണിക്കുന്നുണ്ട്. സ്റ്റാറ്റസിൽ ഇതിനകത്ത് എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തത്, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്, ഇത് നമ്മുടെ അണ്ടർലൈൻ അസറ്റാണ്. അതിൽ എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷൻ പെയർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ബൈസിക്കിൾ വരുമ്പോഴത്തേക്കും നോർമലി നമ്മുടെ അണ്ടർലൈൻ അസറ്റ് കൺഫേം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ കയറും. പക്ഷേ ഓപ്ഷൻ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണമെന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷനാണ്. കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്നാണ് അതിനകത്ത് മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൈയിലോട്ട് മാർക്കറ്റ് പോകും നമ്മൾ ട്രെൻഡ് മാറുമ്പോൾ തന്നെ മാർക്കറ്റ് റേറ്റിനനുസരിച്ചുള്ള നിയർ ബൈ 2-3 കോൾ ഓപ്ഷൻ നമുക്ക് നേരത്തെ നമ്മുടെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തിടാം. നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഓൾറെഡി ഓപ്ഷൻ്റെ ചെയിൻസ് അവൈലബിൾ ആണ്. എന്നിട്ട് ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഇവിടെ ബൈസിക്കിൾ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഫാസ്റ്റ് എക്സിക്യൂഷനാണ്. അപ്പോൾ നമ്മുടെ അണ്ടർലൈൻ അസറ്റിൻ്റെ കൺഫർമേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് നേരെ ബൈസിക്കിൾ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സ്ട്രൈക്ക് ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ കൺഫേം ആകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി കൺഫേം ആയിക്കോളും. ഇവിടെ അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സ്ട്രൈക്ക് ഉണ്ടല്ലോ, ഇപ്പം വന്നിരിക്കുന്ന സിഗ്നൽ വന്നിരിക്കുന്നത് 594 ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. അത് നമ്മൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഏത് സ്ട്രൈക്കിൽ പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റ് പ്രോഫിറ്റ് വരുന്നത് ഇൻ ദ മണി തന്നെയാണ്. അതൊരു 100-200 പോയിന്റ് താഴത്തോട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 400-300 അങ്ങനെ റേഞ്ചിൽ കോൾ ഓപ്ഷൻ എടുത്തിടാം. അപ്പോൾ ഇവിടെ ഒരു ബൈസിക്കിൾ വന്നു കഴിയുമ്പോൾ തന്നെ നേരെ നമ്മൾ ആ ഓപ്ഷനിലോട്ട് പോയാൽ ബാക്കി നമ്മൾ കൺഫർമേഷൻ ആ ചാർട്ടിൽ നോക്കി വെച്ചാൽ മതി. കാരണം നമ്മൾ ഓപ്ഷൻ പ്രൈസ് ആയതുകൊണ്ട് കോൾ ഓപ്ഷൻ ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ അവിടെ എപ്പോഴും ബൈസിക്കിളെ കാണിക്കാവും. അവിടെ കൺഫർമേഷൻ വരുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിലോട്ട് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് നമുക്കിപ്പം ഫോണിൽ സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ വരുമ്പോൾ നേരെ നിങ്ങളുടെ ഫോണിലാണ്, മിക്ക ആൾക്കാർ ഇപ്പോൾ ഫോണിലാണല്ലോ ഇത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതിനകത്തോട്ട് നേരെ എക്സിക്യൂട്ട് ചെയ്തേക്കുക. അപ്പം ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 17,300-ൻ്റെയാണ്. അപ്പം നോക്കിയേ ആ ടൈമിൽ തന്നെ ഇവിടെ ബൈ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ ഇതിൻ്റെ കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ ബൈ സിഗ്നൽ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ബൈ സിഗ്നൽ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ കോൾ ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ബൈ സിഗ്നൽ വരണം. ഇനി ഇത് കൺഫേം ആണെന്ന് മാത്രം നോക്കിയാൽ മതി. ബൈ സിഗ്നൽ വന്ന ശേഷം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ ബൈ സോൺ ആണെന്ന് സോഫ്റ്റ്വെയർ കാണിക്കുന്നതോടെ നോക്കുക. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. നമ്മൾ വന്നോ എന്ന് നോക്കി വെച്ചാൽ മതി. പ്രൈസ് ബൈ സോൺ ആൻഡ് സെക്കൻഡ് കൺഫർമേഷൻ ആരുടെ താഴത്തെ ഈ ഒരു ബാർ ഉണ്ടല്ലോ, ഓരോ ക്യാൻഡിൽ ഓരോ ബാർ ഫോം ചെയ്യും. ആ പർട്ടിക്കുലർ ബാർ ആ സിഗ്നൽ വരുന്ന ടൈമിൽ അതിൻ്റെ താഴത്തെ ബാർ ഗ്രീൻ ആണോ നിങ്ങൾ നോക്കുക. ഇൻ കേസ് ഗ്രീൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് സിഗ്നൽ വന്നിട്ട് ആ ടൈമിൽ കൺഫേം അല്ലായിരുന്നു. കൺഫർമേഷൻ വന്ന ഈ ഒരു ക്യാൻഡിലാണ് അല്ലെ, ഈ ക്യാൻഡിലാണ് നമുക്ക് കൺഫർമേഷൻ വന്നത്. അപ്പോൾ ആ ടൈമിൽ മാർക്കറ്റ് നിൽക്കുന്ന ഏതാണ്, അവിടെ ഓപ്പണിംഗ് വന്നത് വെച്ചാൽ 341 347 വരെ, അതായത് 41 47 വരെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കയറി പോയിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് നിന്ന് ഹൈ വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് ഈ 41 to 47 ഇടക്കാണല്ലോ നമുക്ക് എൻട്രി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ ആ റേറ്റിൽ എൻ്റർ ചെയ്യുക.
അതിപ്പോൾ നിൽക്കുന്ന റേറ്റാണ് 300, അതായത് 350 ഇപ്പോൾ ചെറുതായിട്ട് ഇറങ്ങിയിട്ടാണ്. ഇത് ഓൾറെഡി നല്ല രീതിയിൽ കയറിപ്പോയത്, അത് 375 വരെ ഹൈ എടുത്തിട്ടാണ് താഴോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 347 തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴത്ത് നോക്കി, താഴത്ത് 3 ടാർഗറ്റ് ഉണ്ട്, 65, 92, 418, ഇങ്ങനെ 3. അതായത് നമ്മുടെ എടുക്കുന്ന സ്ട്രൈക്ക്, ഏത് സ്ട്രൈക്ക് എടുത്താലും അതിൻ്റെ എൻട്രി എക്സിറ്റ് ഒക്കെ എന്താണ് അതേ ചാർട്ടിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പം നോർമലി നമ്മൾ നിഫ്റ്റി തന്നെ ഡയറക്റ്റ് നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സേഫായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരു എന്താണ് ഈ എൻട്രി എക്സിറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ കാണിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു ലെവൽ, കട്ട് ചെയ്യുന്ന ലെവൽ ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏത് ലെവൽ നമുക്ക് കട്ട് ചെയ്ത് പോകണമെന്നുള്ളത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. ഈ നമ്മുടെ പ്രീമിയം ചാർട്ട്, അതിൻ്റെ ഏത് സ്ട്രൈക്കാണ് ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രഡിക്ഷനും കാര്യങ്ങളൊന്നുമില്ല, റിയൽ ടൈം വർക്ക് ശേഷം നമുക്ക് സിഗ്നൽസ് കാണിച്ചത്. അപ്പോൾ അതൊരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 80 to 90% അക്യുറസി നമുക്ക് എങ്ങനെയാണെങ്കിലും അത് കിട്ടും. പിന്നെ ഇതിനകത്ത് സൈഡ് വേസ് കാണിച്ചു തരും, റെസിസ്റ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽസ് എല്ലാം ഇതിനകത്ത് പ്ലോട്ട് ചെയ്ത് വരും. പിന്നെ മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് എല്ലാ മാർക്കറ്റും ഒരേ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റും. ഇൻട്രാഡേ, സ്കാൽപ്പിംഗ്, സ്വിംഗ് ട്രേഡിംഗ് എല്ലാം നമുക്ക് സെയിം സോഫ്റ്റ്വെയർ ത്രൂ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ലൈവ് ഡെമോ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കാൻ 9061973737. ഈ നമ്പറിൽ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്, കോൾ ചെയ്യാം, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ വീഡിയോ എടുത്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കിട്ടും. പിന്നെ നമുക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ അറിയാത്തവർക്ക് നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.